നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ഉത്രാടം നക്ഷത്രം. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുന്ന ഒരു കാലമാണിത്. ഏറെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന വർഷവുമാണ്. പ്രവർത്തന രംഗത്ത് വളരെ അനുകൂലമായ സമൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ വർഷം അനുഭവിച്ച ദുരിതങ്ങൾ പൂർണ്ണമായും ഒഴിവാകുന്നതാണ്. ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. സഹപ്രവർത്തകരിൽ നിന്നും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും അധ്വാനഭാരം വർദ്ധിക്കാനും സാധ്യതയുണ്ടെങ്കിൽ പോലും അതെല്ലാം വളരെ പരിശ്രമമൊന്നും കൂടാതെ തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കുന്നു. ജോലിക്കാർക്ക് ശമ്പള വർധനവ് ഉണ്ടാകുന്നു. ഔദ്യോഗിക രംഗത്ത് പല സന്തോഷാനുഭവങ്ങളും കരഗതമാകുന്നു. വിദേശത്ത് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതം വളരെ സന്തോഷകരമായി മാറുന്നു. ആരോഗ്യം മധ്യമം, കാര്യത്തിൽ ഭയപ്പെടാനില്ല എന്ന് സാരം. സർക്കാർ ജീവനക്കാർക്ക് ഇഷ്ട വിധത്തിലുള്ള സ്ഥലം മാറ്റം. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. പുതിയ വാഹനം വാങ്ങും. തീർത്ഥയാത്രകളും ക്ഷേത്രദർശനങ്ങളും മറ്റു ദാനധർമ്മ പ്രവൃത്തികളും നടത്തുകയും ബന്ധുജന മിത്രാദി കുടുംബങ്ങളിൽ സന്ദർശിക്കാനും സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളോ വഴിപാടുകളോ മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് അധികം വൈകാതെ നടത്തേണ്ടതുണ്ട്. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ആഗ്രഹിച്ചിടത്തേക്ക് സ്ഥലം മാറ്റം സംഭവിക്കുന്നതാണ്. ദൈവാധീനം പൊതുവെ കൂടുതലുള്ള വർഷമാണിത്. നിങ്ങളുടെയും ജീവിത പങ്കാളിയുടെയും കർമ്മഭാഗ്യം കൊണ്ട് ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കുടുംബാംഗങ്ങളുടെ എല്ലാം ആരോഗ്യം തൃപ്തികരമാണ്. ഉണ്ടായിരുന്ന ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നു. അപവാദം, ദുഷ്പേര് തുടങ്ങിയവ ക്രമേണ വർഷാവസാനത്തോടെ മാറിക്കിട്ടുന്നു. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താനയോഗം തെളിയുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും വിജയിപ്പിക്കുവാനും സാധിക്കുന്ന വർഷമാണ്. വിവാഹം നടക്കാൻ സാധ്യതയുള്ള വർഷമാണ്. പുതിയ വീട്ടിലേക്ക് താമസം മാറുവാൻ സാധിക്കുന്നു. വിദേശത്ത് ജോലി, ബിസിനസ് സംബന്ധിച്ച സാധ്യതകൾ തെളിയുന്നതായി കാണുന്നു. ഈ വർഷം മുഴുവൻ തന്നെ നിങ്ങൾ അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതുണ്ടെന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു.
പൊതുവെ ഗുണകരമായ വർഷമാണിത്. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാനുള്ള സാധ്യതയും നിലവിലുള്ള താമസ സ്ഥലം മാറ്റി വേറെ കുറച്ചുകൂടി ജീവിത സൗകര്യങ്ങളോട് താമസിക്കുകയും ചെയ്യുന്നതായും കാണുന്നു. തങ്ങളുടെ ജീവിത പങ്കാളിയിലൂടെയോ സഹോദര സ്ഥാനത്തുള്ളവരിലൂടെയോ നിങ്ങൾക്കും കുടുംബത്തിനും ഐശ്വര്യവും സന്തോഷവും കൈവരുന്നതായി ആണ് കാണുവാൻ സാധിക്കുന്നത്. അവിവാഹിതരാണെങ്കിൽ വിവാഹം നടക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കാണുന്നു. പങ്കുകച്ചവടം ലാഭകരമായി കാണുന്നു. ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സഹായം ഗുണകരമായി തീരുന്നു. തർക്കങ്ങളിലോ നിയമപ്രശ്നങ്ങളിലോ ഉള്ള അനുകൂലമായ തീരുമാനം നിങ്ങളെ ആത്മവിശ്വാസത്തോടെ കൂടുതൽ ജീവിത വിജയങ്ങൾ നേടുന്നതിന് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ മുതിർന്ന സന്താനത്തിന് ജോലി ലഭിക്കുന്നതായി കാണുന്നു. എല്ലാവരുടെയും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന കാര്യം മറക്കരുത്. പൊതുവെ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിലനിൽക്കുന്നതാണ്. വരുമാനം ക്രമാതീതമായി വർദ്ധിക്കുന്ന സമയമാണ്. പ്രവർത്തന രംഗത്ത് കൂടുതൽ ശോഭിക്കുവാൻ കഴിയും. സന്താനങ്ങളിലൂടെ നിങ്ങൾക്ക് കുടുംബത്തിനും വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ സന്തോഷവാനാക്കുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളോടെ നിങ്ങളുടെ മുടങ്ങിപ്പോയ ചില കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതായി കാണുന്നു. പൂർവിക സ്വത്ത് കൈവശം വരാനുള്ള കാര്യങ്ങളിൽ തടസ്സനിവൃത്തി കാണുന്നു. അതായത് പൂർവിക സംബന്ധമായുള്ള സ്വത്ത് കൈവശം വരാനുള്ള സാധ്യതയിലേക്കാണ് നയിക്കുന്നത്. സഹോദരങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. സഹോദരങ്ങൾക്ക് താരതമ്യേന ദൈവാധീനം കുറഞ്ഞ സമയമായിട്ടാണ് കാണുന്നത്. വരുന്ന ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ളത്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ കാണിക്കുന്നത് അഭിലഷണീയമാണ്. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ പഠനകാര്യങ്ങളിൽ അലസരാവാനുള്ള സാധ്യതകളും കാണുന്നു. ഈ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മുടെ സഹോദരങ്ങളും ജീവിതത്തിൽ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ ഈശ്വരാനുഗ്രഹത്തോടെ ജീവിക്കുന്നത് കാണുമ്പോഴല്ലേ നമ്മുടെ ജീവിതവും സന്തോഷവും സന്തുഷ്ടിയും നിറഞ്ഞതാവുക. പിതൃസ്ഥാനത്തുള്ളവർക്ക് ചെറിയ ദോഷങ്ങൾ കാണുന്നുണ്ട് ഈ വർഷം. അതിനാൽ അവരുടെ ആരോഗ്യകാര്യങ്ങളിലും ക്ഷേമ കാര്യങ്ങളിലും എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നത് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഈ വർഷാവസാനത്തിൽ നിങ്ങൾക്ക് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതുണ്ടെന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് യാത്രാ സംബന്ധമായ അസ്ഥിരതകൾ ഒഴിവാക്കുവാനുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവിവാഹിതരാണെങ്കിൽ പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്നു. ഫെബ്രുവരി മുതൽ അനാവശ്യ ചിലവ് വർദ്ധിക്കുന്നതായും കാണുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്ഥാനം തിരിച്ചു കിട്ടുന്ന ഒരു വർഷമാണ് ജനുവരി മുതൽ കാണുന്നത്. ഇനി നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടുതൽ ശ്രദ്ധയും നിയന്ത്രണവും ഈ വർഷം ശ്രദ്ധിക്കണം. അല്പം കരുതലിലൂടെ ഭാവിയിൽ വന്നേക്കാവുന്ന വിഷമങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു മാറാവുന്നതാണ്. ഇനി സിനിമാ മേഖല, കല, സാഹിത്യം, കൃഷി, ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വളരെ അനുചിതമായ സമയമായതിനാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് സാരം. ഈ വർഷം സെപ്റ്റംബർ മാസം വരെ സാമൂഹിക രാഷ്ട്രീയ രംഗവും അത്ര കണ്ട് ശോഭനമല്ലെന്ന് വേണം പറയുവാൻ. നിങ്ങൾ ഈ പറഞ്ഞ കർമ്മരംഗങ്ങളിലുള്ളവരാണെങ്കിൽ ഒന്ന് വിട്ടുനിൽക്കുന്നതോ കുറച്ചുകൂടി ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമാവും ഉത്തമം. അവനവൻ്റെ ജീവിത പരിജ്ഞാനവും മുതിർന്നവരുടെയും അനുഭവ സമ്പത്തുള്ളവരുടെയും ഉപദേശങ്ങൾ, ഗുരുസ്ഥാനത്തുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചു മാത്രമേ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ പാടുള്ളൂ. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ, കൂടാതെ നിങ്ങളുടെ തട്ടകം എന്ന് പറഞ്ഞാൽ ജന്മസ്ഥലത്തെയോ താമസ സ്ഥലത്തെയോ ക്ഷേത്രങ്ങൾ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടതുണ്ട്. ഉപേക്ഷ ദുരനുഭവ പ്രധാനം എന്ന് വിദഗ്ധമതം. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സരാശംസകൾ നേരുന്നു. സർവ ഐശ്വര്യ സമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി
ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.